ചാത്തന്നൂരിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ചാത്തന്നൂർ തിരുമുക്കിന് സമീപം മെറ്റൽസ് എന്ന വ്യാപാര സ്ഥാപനത്തിനു മുന്നിൽ സൂപ്പർ ഡീലക്സ് എയർ ബസ് അപകടത്തിൽപ്പെട്ടു. ബസ്സിൽ 38ഓളം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. ചാത്തന്നൂർ തിരുമുക്കിന് സമീപം മെറ്റൽസ് എന്ന വ്യാപാര സ്ഥാപനത്തിന് മുൻവശത്തായിട്ടാണ് തിരുവനന്തപുരം ഡിപ്പോയിലെ സൂപ്പർ ഡീലക്സ് എയർ ബസ് രാവിലെ 6 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 38ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു. യാത്രക്കാരെ മറ്റൊരു വാഹനത്തിൽ കയറ്റിവിട്ടു. നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സമാനമായ രീതിയിൽ നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയെ കരാറുകാരുടെ അശ്രദ്ധ ഒരു പ്രധാന കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. നമ്മുടെ ചാത്തന്നൂർ നിരവധി അപകടങ്ങളാണ്. ഈ മാസം തന്നെ ഒരു 6 വണ്ടി KSRTC, അതേണക്ക് 2 വീലറുകാര്, കാറുകാര് എല്ലാവരും കൂടെ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയിൽ പുതഞ്ഞ് അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നിരവധി വാഹനങ്ങൾ ചെയിൻ ഇട്ട് പിടിച്ചിട്ടാണ് നമ്മൾ JCB അറേഞ്ച് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. റോഡ് സൈഡിൽ ഇവർക്ക് ഒരു റെഡ് ബാരിക്കേഡോ റിബണോ വെച്ച് കെട്ടിമറക്കാതെയാണ് ഇവരുടെ പണികൾ നടക്കുന്നത്. നാട്ടിലെ ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ചാത്തന്നൂർ പ്രദേശത്ത് തുടർക്കഥയാകുന്നത്. ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് ഇതിനകം നിരവധി പരാതി നൽകിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. എങ്കിലും ചാത്തന്നൂർ പ്രദേശത്തെ അപകടങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന അധികൃതരുടെ നിഷ്ക്രിയത്വത്തിൽ നാട്ടുകാർ രോഷാകുലരുമാണ്. ഇനിയും വേണ്ട തരത്തിൽ മുൻകരുതലുകൾ നടത്തിയില്ല എങ്കിൽ ഈ പ്രദേശത്ത് ബാരിക്കേഡുകളോ സേഫ്റ്റി റിബൺ സ്ഥാപിച്ചാലോ ഏറെക്കുറെ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. കൊല്ലം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ചാത്തന്നൂർ തിരുമുക്ക് ഭാഗത്ത് 200 മീറ്ററോളം നീളത്തിലാണ് അപകട സാധ്യത ഏറെയുള്ളത്. ഈ പ്രദേശത്ത് അപകട സൂചന നൽകുന്ന യാതൊരുവിധ ബോർഡുകളും ഹൈവേ അതോറിറ്റി സ്ഥാപിച്ചിട്ടില്ല. ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നിലവിൽ സർവീസ് റോഡുകൾ ഇവിടെ കടന്നു പോകുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം യാത്രാ ദുരിതം നേരിടുകയാണ്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടിൽ അതോറിറ്റിയുടെ കരാറുകാരുടെ ചില ക്രയവിക്രയങ്ങൾ നടക്കുന്നതല്ലാതെ ഉത്തരവാദിത്തമുള്ള യാതൊരു പ്രവൃത്തികളും ചെയ്യുന്നില്ല എന്ന ഗുരുതര ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. ചാത്തന്നൂർ പ്രദേശത്തെ അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഈ വിഷയത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.